ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്നല്ലേ, സ്കോട്ട്ലൻഡ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ 3-3.5 വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് സ്കോട്ട്ലൻഡിന് പോകണം. ഫൈനലി നമുക്ക് ലീവ് കിട്ടി. അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് പോകാനൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഇത് ഈ വണ്ടിയിലാണ് നമ്മൾ പോണേ. നമ്മുടെ ബെൻസ് നമ്മൾ വാടകയ്ക്ക് എടുത്താണ്. നമ്മൾ 9 പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഇതാ നിൽക്കുന്ന ചുള്ളന്മാരോടെ. സ്കോട്ട്ലൻഡ് ട്രിപ്പിന് പോകാനായിട്ട് വണ്ടി കിട്ടിക്കഴിഞ്ഞു. എടുക്കു വാടാ നോക്കട്ടെ ഇങ്ങനെ സീറ്റിംഗ് എങ്ങനെയാന്ന് ഇവിടെ. ഇവിടെ 3 സീറ്റാണോ? ഓക്കെ. അപ്പോൾ ഫ്രണ്ടില് ബെൻസിന്റെ വണ്ടി കേട്ടാ, അടിപൊളി. അപ്പൊ ഇവിടെ 3 സീറ്റ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്കാ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് ആളില്ലാത്ത വഴികളിൽ ഞാൻ ഓടിക്കാം. അപ്പോൾ അവിടെ 3 സീറ്റ്, നടുക്ക് 3 സീറ്റ്, ബാക്കിൽ നിങ്ങൾക്ക് 3 സീറ്റ് സ്പേഷ്യസ് അല്ലടാ. എൻ്റെ അമ്മ, ഈ കുട്ടിപ്പട്ടാളങ്ങളെ ബാക്കിലേക്ക് വിടുന്നു. ഞങ്ങൾ ലേഡീസ് നടുക്ക്, അവർ ജെൻസ് എല്ലാം മുമ്പിൽ. എന്നിട്ടാണ് റിക്ലൈൻ ചെയ്യുന്ന. ഓ പൊളിച്ചടാ, പൊളിച്ച് സെറ്റ്. ഓക്കെ. അതിൻ്റെ ഡിക്കിയിൽ നോക്കട്ടെ അമ്മ, എന്തോരം ഡിക്കിക്ക് എന്തോരം വലുപ്പം ഉണ്ടെന്ന് നോക്കട്ടെ. ഡിക്കി വലുപ്പമുണ്ടോ? അത്യാവശ്യം സ്ഥലം ഉണ്ടല്ലേ അവിടെ. ഇപ്പൊ പെട്ടികളൊക്കെ വരും. ഇപ്പൊ തന്നെ പെട്ടികൾ സാധനങ്ങളെല്ലാം ഇപ്പൊ വരും. അപ്പൊ നിറയും. നിങ്ങളല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയാലോ അങ്ങോട്ട്? എരിക്കോ നിങ്ങൾ എൻ്റെ ഇവിടെ ഇരുത്തി കൊണ്ടുപോയാലോ? എനിക്ക് സമ്മതമാണ്. മാത്തും കൂടെ ഇരുന്നാ നിങ്ങൾക്ക് കാഴ്ചകളും കാണാം. അപ്പൊ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിന് എല്ലാം റെഡിയായി കഴിഞ്ഞു. വണ്ടി കിട്ടിക്കഴിഞ്ഞു. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ബാക്കിലുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷനില് എക്സൈറ്റഡ് ആണോ? പിന്നെ തകർക്കണം. അപ്പൊ ഞങ്ങൾ ഇനി പാക്കിങ് എല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ച് പോകാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഞങ്ങൾ തുടങ്ങുകയാണ്. എങ്ങനെയുണ്ട് ബെൻസ് ഓടിക്കാൻ? ബെൻസ് ഓടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇതുവരെ ബെൻസ് ഓടിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് 2 ഫാമിലി ഞങ്ങൾ എടുക്കാനുണ്ട്. ആനന്ദും കെസിയും, ഷനിലും മിനുവും ഇറക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം. പഠിക്കാണ്ട് വണ്ടി ഇപ്പൊ ഞാൻ ഓടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഡീസൽ വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ. അപ്പൊ ഇതിന് നമ്മൾ എത്ര ദിവസത്തേക്ക് എടുത്തത്? 6 ദിവസത്തേക്ക്. 4 ദിവസത്തേക്ക് എടുക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു ശരിക്കും. നമുക്ക് 4 ദിവസത്തേക്ക് മതി. പക്ഷെ അവര് പറഞ്ഞു സ്കോട്ട്ലൻഡ് മിനിമം 6 ഡേയ്സ് എടുക്കണം. അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഒരു ദിവസത്തേക്ക് 200 മൈൽ വെച്ചിട്ട് ഓടാം. അങ്ങനെ 1200 മൈൽ. അതിന് മുകളിൽ വരുന്നത് എക്സ്ട്രാ 37 പെൻസ്. ഒരു മൈലിന് 37 പെൻസ്. അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും ഏകദേശം? നമ്മള് 350 പൗണ്ട് ഡെപ്പോസിറ്റ്, 602 പൗണ്ട് 6 ദിവസത്തെ റെന്റ് വിത്ത് 3 ഡ്രൈവർമാരുടെ ഇൻഷുറൻസ് അടക്കം. ഓക്കെ. അപ്പൊ സെറ്റ്. നല്ല കാലാവസ്ഥയായിരുന്നു. ഈ 2 ദിവസമായിട്ട് ഭയങ്കര സ്റ്റോമും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ നല്ല സണ്ണി ഡേ ആണ്. ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നമുക്ക് സ്കോട്ട്ലൻഡ് പോയി വരാം. ഇതിപ്പോ നമ്മുടെ ഡാരിങ്ടൺ ടെസ്കോ, നമ്മൾ ഇടയ്ക്കൊന്ന് പാർവതിയുടെ വീട് വരെ ഒന്ന് പോകണം. എന്നിട്ട് നമ്മൾ നേരെ ആനന്ദ് കിസിയുടെ വീട്ടിലേക്ക് പോകും. നല്ല സുഖമുണ്ട് കേട്ടോ ലയിക്കാനായിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് കാല് വെക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അപ്പൊ ഞങ്ങള് മോറിസണിന്നുള്ള ഇത് കഴിഞ്ഞു. എന്താണ് മോറിസണി ഞാൻ അജയനെ വിളിച്ചായിരുന്നു ആക്ച്വലി. അപ്പൊ ഫോൺ ഇവിടെയായിരുന്നു, കിട്ടിയില്ല. ഓക്കെ പോവാ. എന്താണ് കുട്ടികൾ കഴിക്കുന്നത്?
ചപ്പാത്തി പൊറോട്ട മുട്ടക്കറി ചപ്പാത്തി പൊറോട്ട ചപ്പാത്തി ആശാൻ മിണ്ടുന്നില്ലല്ലോ അമേസിംഗ് ആ നന്നായി ചില അടിപൊളി മുട്ടക്കറികൾ വെള്ളം കുടിച്ചോ അല്ല എനിക്ക് എന്നെ പഠിപ്പിച്ചു തന്നോളൂ പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് ബ്രൈറ്റ് ഹോസ്പിറ്റലിലേക്ക് which you can fill after all your water bottle goes there with that. Bam! Done. അവിടെ നമുക്ക് കുറച്ച് എന്തെങ്കിലും വെക്കണം ഗുഡ് ബോയ് ഗുഡ് ബോയ് Pull it. Ready? This on. ഓക്കെ വീട്ടിലേക്ക് പോകണം എല്ലാവരും കൊണ്ട് ഒന്നുകൂടെ നോക്കിയോണ്ട് അടക്കണേന്റെ മുമ്പ് അത് അകത്തില്ലേ ഇപ്പോഴൊന്നും വീഡിയോ പുറത്തിറങ്ങില്ല ഞാൻ പഠിക്കാണ് ബ്രൈറ്റും പഠിക്കാണ് ഇവരെ കിട്ടുന്നില്ലല്ലോ ആരുടെ ഫ്ലാഷ് അത് ഓഫ് ചെയ്തേക്കാം അടച്ചു എല്ലായിടത്തും എടുത്ത് കഴിച്ചോ കാപ്പി സീമയുടെ കാപ്പി ഉണ്ട് അത് ഇവിടെ മുമ്പിലാന്നേ ഞാൻ ഇപ്പൊ നമ്മള് കെസിയുടെ എന്തിനാണ് മുട്ടക്കറി കഴിക്കുന്നില്ല മുട്ടക്കറി വിത്ത് പൊറോട്ട റോൾ ചപ്പാത്തി എല്ലാം ഇരുന്ന് കഴിക്കണം ആളും എടാ അവിടെ വെച്ചിട്ടുണ്ടോ ചിലപ്പോ അത് പോവേ കാപ്പി ശരിക്കുള്ള കാപ്പി എന്ന് പറഞ്ഞ കയ്പാണ് മക്കളെ ഷനിൽ ജോൺ മെനു അമ്പടി ഓ അമ്പടിക്ക് ഫീഡ് ചെയ്യുന്ന മാളു ടു മച്ച് ലവ് ടു മച്ച് ഷുഗർ വീഡിയോ വ്ളോഗർ ഒക്കെ ചെയ്യാം വ്ളോഗർ ഞങ്ങൾ സർവീസ് റോഡിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കുന്നത് അവിടെ 10 മിനിറ്റ് പറഞ്ഞ് നിർത്തിയതാ 3/4 മണിക്കൂറായി ഇപ്പൊ തന്നെ മിക്കവാറും സ്കോട്ട്ലൻഡൊക്കെ ഇവിടെ തന്നെ കഴിയും നമ്മളെല്ലാവരും ഇന്ന് പോയിട്ട് തങ്ങളുടെ വീട്ടിൽ പോയിട്ട് താമസിക്കും ഓക്കെ I got a mistake because they put in chat group that they were going to Sunshine something Airbnb. അത് ടുമോറോ ഇന്നല്ല ടുമോറോ ഓക്കെ സെറ്റ്
അതിന്റെ മോളിൽ മറ്റൊരായ ആദ്യം തിന്നുക എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചൂടുണ്ടോ ജാക്കിയുണ്ടോ അതൊന്നും നോക്കിയില്ല വണ്ടി വന്നു കുറെ ആൾക്കാർ കയറ്റി ഞാനാ ചിത്രത്തിൽ എപ്പോഴും ഓർമ്മ വന്നു എനിക്ക് ആയില്ല അത് 2 മിനിറ്റ്. അജയനിപ്പ് എടുക്കണ്ട, ഇത് കാർഡ് മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പള്ളീന് പുറകിൽ നിൽക്കാന്ന്. ക്യാമറയും കൊടുത്താട്ടെ. എടാ ഇവിടെ ഏതോ റൈറ്റ് ഉണ്ട്. ഇതന്നെ അജേട്ടൻ വന്ന പോലെയല്ലേ പറയുന്നത്. നീ എത്തിക്ക. ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള അടുത്ത ഭാഗത്തുള്ള വീട്. ഇത് ഈ അടുത്ത ഭാഗത്തെ വീട് ഇതാണ്. വീഡിയോ കോളിൽ ഇതിനുള്ളിൽ കയറ്റണം. 22 അല്ലത് അല്ലേ? ഞാൻ ഒന്ന് ഗ്ലാസ് ഓർക്കണ്ട, കണ്ണ് കാണുന്നില്ല. 22. ഒരു മിനിറ്റ്. അല്ല ഞാൻ ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ പ്രിസ്റ്റൺ എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ താമസിക്കുന്ന സ്ഥലം. ഈ കാണുന്നതാണ് അവൻ്റെ വീട്. അങ്ങനെ 2 മാസം മുമ്പ് അവൻ മേടിച്ചത്. അപ്പോൾ അതിന് ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിക്കാം. അപ്പോൾ അവൻ കീ ഇവിടെ കൊടുത്തേൽപ്പിച്ച്, അവൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തേൽപ്പിച്ച് ഇന്നലെ ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചത്. നല്ല സ്ഥലമാണ്, നൈസ് ക്വയറ്റ് ഏരിയ. ഇത് കിടക്കും നമ്മുടെ വണ്ടി, ഫുള്ളി ലോഡഡ് ബെൻസ് ടൂറിസ്റ്റോ ഫുള്ള് ലോഡാണ്. ക്യാമ്പിംഗ് ചെയർസ്, സാധനങ്ങൾ, ഗ്രോസറി, ലിഡിൽ പോയിട്ടുള്ള വൻ പർച്ചേസ് നടത്തിയ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ 3 ഫാമിലിയുടെ ഫുള്ള് ലഗേജ്. നല്ല വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ഡീസൽ. വീട്ടിനകത്തോട്ട് കയറി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന ആൾക്കാരെ കാണാം. നമ്മൾ കിടന്നുറങ്ങിയ സാധനങ്ങളെല്ലാം താഴോട്ട് ഇറക്കി. Busy man. Kesia. Busy lady. Cooking breakfast. Nissan Platinum. ഒട്ടൊക്കെ പരിസരമാണ്. സവാള as always. മാത്തപ്പൻ, മാളക്കുട്ടി, ആനർക്കു. ബോൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇതാണ് കുത്തിയാ. ചായ കുടിച്ചോണ്ടിരിക്കണം. ബാത്റൂം. ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. അവിടെ ഞങ്ങൾ കിടന്ന മല. അമ്പടി
പടി കിടക്കാം. ഫേസ് കാണിക്കണ അവളുടെ ഫേസ് കാണിക്കണ്ട. നീ എനിക്ക് ചോറിട്ട് നല്ല എനിക്ക് ഇടാം. ബാക്കി മാവ് നമുക്ക് എടുക്കാം. ഇടാ, ഇഷ്ടം പോലെയായി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസം തുടങ്ങിയിട്ടാ. ഓക്കെ, എല്ലാവരും